Hello friends, welcome to once. So നമ്മൾ SSD Solid State Devicesന്റെ KTU ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ഓൾറെഡി 4 മൊഡ്യൂൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ECT 201 ആണ് നമ്മുടെ സബ്ജക്റ്റിന്റെ കോഡ്. ഡിസംബർ 2022 നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5th മൊഡ്യൂളിന്റെ സൊല്യൂഷൻ ആണ്. സോ 5th മൊഡ്യൂളിന്റെ സിലബസ് ആദ്യം നോക്കാം. സോ 5th മൊഡ്യൂളിലെ സിലബസിൽ പറയുന്നത് മോസ്ഫെറ്റ് സ്കെയിലിംഗ് ആണ് പറയുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ടോപ്പിക് എന്താണ്? മോസ്ഫെറ്റ് സ്കെയിലിംഗ്. സോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്കെയിലിംഗ് വരുന്നുണ്ട്. സോ വാട്ട് ഇസ് എ നീഡ് ഫോർ സ്കെയിലിംഗ്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്കെയിലിംഗ് ലൈക്ക് കോൺസ്റ്റന്റ് വോൾട്ടേജ് സ്കെയിലിംഗ്, കോൺസ്റ്റന്റ് ഫീൽഡ് സ്കെയിലിംഗ്, അത് തമ്മിലുള്ള ഒരു കമ്പാരിസൺ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ സബ് ത്രഷോൾഡ് കണ്ടക്ഷൻ ഇൻ മോസ്, അതായത് മോസ് കണ്ടക്ട് ചെയ്യാൻ നോർമലി ത്രഷോൾഡ് വോൾട്ടേജ് അപ്ലൈ ചെയ്താലാണ് കണ്ടക്ഷൻ സ്റ്റാർട്ട് ചെയ്യുക. സോ ബിഫോർ getting that threshold voltage, conduction will also takes place and it is called subthreshold conduction. അതിന്റെ കേസ് പറയുന്നുണ്ട്. ദെൻ കുറച്ച് ഷോർട്ട് ചാനൽ എഫക്റ്റുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഡിഫറെന്റ് ഷോർട്ട് ചാനൽ എഫക്റ്റ് ഇൻ മോസ്, അതായത് ഷോർട്ട് ചാനൽ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാനൽ ലെങ്ത് മോഡുലേഷൻ വരുന്നുണ്ട്, ഡ്രെയിൻ ഇൻഡ്യൂസ്ഡ് ബാരിയർ ലോവറിങ് വരുന്നുണ്ട്, വെലോസിറ്റി സാച്ചുറേഷൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ ത്രഷോൾഡ് വോൾട്ടേജ് വേരിയേഷൻസ്, അതുപോലെ തന്നെ ഹോട്ട് കാരിയർ എഫക്ട്സ്. ഓക്കെ, മെയിൻലി ഈ ഒരു 5 ഷോർട്ട് ചാനൽ എഫക്റ്റുകളെ കുറിച്ച് നമ്മുടെ സിലബസിൽ പറയുന്നുണ്ട്. ദെൻ നോൺ പ്ലാനാർ മോസ്ഫെറ്റിൽ ഫിൻഫെറ്റിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ഫിൻഫെറ്റ്, ഓക്കെ, സോ ഫിൻഫെറ്റ്, അതിൻ്റെ ഒരു സ്ട്രക്ചർ, ഓപ്പറേഷൻ ആൻഡ് അഡ്വാൻറ്റേജസ്, ഇത്രയാണ് നമ്മുടെ മൊഡ്യൂൾ 5ന്റെ സിലബസിൽ വരുന്നത്. ഇനി നമുക്ക് 2022 നടന്നിട്ടുള്ള എക്സാമിൽ മൊഡ്യൂൾ 5 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. സോ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് പാർട്ട് എ ക്വസ്റ്റ്യൻസ് ആണ്. പാർട്ട് എയിൽ 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. സോ 3+3 6 മാർക്സിനാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. സോ പാർട്ട് എ എന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിഫൈൻ സബ് ത്രഷോൾഡ് കണ്ടക്ഷൻ ഇൻ മോസ്ഫെറ്റ്, അതാണ് പാർട്ട് എയിലത്തെ ഒരു ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഡിഫൈൻ ത്രഷോൾഡ് വോൾട്ടേജ് ഓഫ് മോസ്ഫെറ്റ്, ത്രഷോൾഡ് വോൾട്ടേജ് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. ദെൻ ഹൗ ഇറ്റ് ക്യാൻ ബി വാരിഡ്, നമുക്കത് എങ്ങനെ വാരി ചെയ്യാം, ത്രഷോൾഡ് വോൾട്ടേജ് എങ്ങനെ വാരി ചെയ്യാം. അങ്ങനെ ടോട്ടൽ 2 ക്വസ്റ്റ്യൻസ് ആണ് മൊഡ്യൂൾ 5ലെ പാർട്ട് എയിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിന്റെ സൊല്യൂഷനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ സബ് ത്രഷോൾഡ് കണ്ടക്ഷൻ. സബ് ത്രഷോൾഡ് കണ്ടക്ഷൻ ഡിഫൈൻ ചെയ്യാനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ നോർമലി നമുക്കറിയാം, നമ്മളൊരു മോസ്ഫെറ്റിന്റെ കേസിൽ നമ്മളൊരു ഗേറ്റിൽ ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് അപ്ലൈ ചെയ്യും. സോ ദാറ്റ് വി വാണ്ട് ടു ഡെവലപ്പ് എ ചാനൽ, അതായത് ഒരു സോഴ്സിനും ഡ്രെയിനും ഇടയ്ക്ക് നമുക്കൊരു ചാനൽ ഡെവലപ്പ് ചെയ്യണം, എൻഹാൻസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു വോൾട്ടേജ് അപ്ലൈ ചെയ്യും. ആ വോൾട്ടേജ് ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് എത്തിയാലാണ് നമുക്കൊരു ചാനൽ അവിടെ ഫോം ചെയ്യുന്നത്, അതായത് സ്ട്രോങ് ഇൻവേർഷൻ നടന്ന് ഒരു ചാനൽ ഫോം ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് പർട്ടിക്കുലർ വോൾട്ടേജ് ദാറ്റ് വി ആർ ഗോയിങ് ടു അപ്ലൈ അറ്റ് ദി ഗേറ്റ് ടെർമിനലിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ആ ഒരു വോൾട്ടേജിനെ പറയുന്ന പേരാണ് ത്രഷോൾഡ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ത്രഷോൾഡ് വോൾട്ടേജിന് മുമ്പ് കറണ്ട് 0 ആയിരിക്കും. ആഫ്റ്റർ ത്രഷോൾഡ് വോൾട്ടേജ് ചാനൽ ഫോം ചെയ്യുന്നു, കറണ്ട് പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ള കാര്യമൊക്കെ നമുക്ക് അറിയാം. ഓക്കെ, പക്ഷേ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സബ് ത്രഷോൾഡ് കണ്ടക്ഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ സബ് ത്രഷോൾഡ് കണ്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ഉള്ള കേസാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. പക്ഷേ VG ലെസ് ദാൻ VT കണ്ടീഷനിൽ, വെൻ VG ലെസ് ദാൻ VT കണ്ടീഷനിലും ഒരു ചെറിയ കറണ്ട് നമ്മുടെ ചാനലിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ചാനലിലൂടെ ചെറിയൊരു കറണ്ട് ഫ്ലോ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് സബ് ത്രഷോൾഡ് കണ്ടക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഡ്യൂ ടു വീക്ക് ഇൻവേർഷൻ. അപ്പം നമ്മളൊരു സ്ട്രോങ് ഇൻവേർഷൻ ആണ് നമ്മുടെ ചാനൽ ഫോം ചെയ്യാൻ ത്രഷോൾഡ് വോൾട്ടേജിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഒരു വീക്ക് ഇൻവേർഷൻ കാരണം ചെറിയൊരു കറണ്ട് ചാനലിൽ ഫ്ലോ ചെയ്യുന്നുണ്ട്, അതായത് ചെറിയൊരു കണ്ടക്ഷൻ ഉണ്ട്. അതിനെയാണ് സബ് ത്രഷോൾഡ് കണ്ടക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് പോയിന്റ്സ് ഒന്ന് വായിക്കാം. ഫോർ കണ്ടക്ഷൻ ടു ഹാപ്പൻ ഇൻ ദി മോസ്ഫെറ്റ് വി നീഡ് VG ടു ബി ഗ്രേറ്റർ ദാൻ ദി ത്രഷോൾഡ് വോൾട്ടേജ്. നമ്മൾ പറഞ്ഞു VG ഗ്രേറ്റർ ദാൻ VT ആവുന്ന സമയത്താണ് നോർമൽ കണ്ടക്ഷൻ നടക്കുന്നത്. ഓക്കെ, സോ ഫ്രം എക്സ്പെരിമെന്റൽ റിസൾട്ട് one can observe that there is still some non-zero current flowing from drain to source even when we are operating at a region
വിത്ത് വി ജി ലെസ് ദാൻ വി ടി, അതായത് വി ജി ലെസ് ദാൻ വി ടി കണ്ടീഷനിലും നമ്മളൊരു നോൺ സീറോ കറന്റ് ഒബ്സർവ് ചെയ്യുന്നുണ്ട് പ്രാക്ടിക്കൽ കണ്ടീഷനിൽ. ഓക്കെ, ദാറ്റ് റീജിയൻ ഈസ് കോൾഡ് ദി സബ് ത്രഷോൾഡ് റീജിയൻ. അതിനെയാണ് എന്ത് പറയാ, സബ് ത്രഷോൾഡ് റീജിയൻ എന്ന് പറയാ. ദിസ് ഹാപ്പൻസ് ബിക്കോസ് for the subthreshold region, the substrate near oxide interface is in weak inversion. A strong inversion എപ്പോഴാവുക, വി ജി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വി ടി ആവുന്ന സമയത്ത്. then വി ജി ലെസ് ദാൻ വി ടി ആവുന്ന ഇൻസ്റ്റന്റിൽ there is some weak inversion. so that weak inversion conditionൽ if you apply a positive VDS, അതായത് ഡ്രെയിനും സോഴ്സിനും ഇടയ്ക്ക് ചെറിയൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ അപ്ലൈ ചെയ്താൽ തന്നെ ഈസി ആയിട്ട് ചാർജ് കാരിയറിന് ചെറിയ രീതിയിൽ സോഴ്സിൽ നിന്ന് ഡ്രെയിനിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും. ആസ് എ റിസൾട്ട് എ നോൺ സീറോ ഡ്രെയിൻ കറന്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് ദിസ് ഈസ് കോൾഡ് സബ് ത്രഷോൾഡ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സബ് ത്രഷോൾഡ് കണ്ടക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിന്റെ എക്സ്പ്രഷൻ, ഡ്രെയിൻ കറന്റിന്റെ എക്സ്പ്രഷൻ നമ്മൾ എടുത്തിട്ടുണ്ട്. µn ബാർ COX W/L വിത്തിൻ ബ്രാക്കറ്റ് VGS മൈനസ് VT ഇൻറ്റു VDS മൈനസ് VDS സ്ക്വയർ ബൈ 2 എന്നുള്ളതാണ് എക്സ്പ്രഷൻ. അപ്പൊ നമ്മൾ പഠിച്ചിരിക്കുന്നത് VGS is equal to VT ആവുമ്പോൾ ഈ ടേം എന്താവും, 0 ആയിട്ട് വരും. ഓക്കെ, പക്ഷെ ആ VDSന്റെ ഒരു ഇൻഫ്ലുവൻസ് അവിടെ ഉള്ളതുകൊണ്ട് കറന്റിന് ഒരു നോൺ സീറോ വാല്യൂ ഉണ്ട് ബിഫോർ റീച്ചിങ് ദ ത്രഷോൾഡ് വോൾട്ടേജ്. അതാണ് സബ് ത്രഷോൾഡ് കണ്ടക്ഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ നോർമലി വരയ്ക്കുന്ന ഗ്രാഫിൽ നിന്ന് ഒരു ചെറിയ ചേഞ്ച് നമ്മുടെ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സിൽ ഉണ്ടാവും. സോ നോർമലി നമ്മൾ എങ്ങനെ ഗ്രാഫ് വരയ്ക്കുക, എക്സ് ആക്സിസിൽ നമ്മൾ വോൾട്ടേജ് എടുക്കും, അതുപോലെ തന്നെ എക്സ് ആക്സിൽ വോൾട്ടേജ്, വൈ ആക്സിസിൽ നമ്മൾ എന്താ എടുക്കുന്നത്, കറന്റ് ID എന്ന് പറയുന്ന കറന്റ്. എക്സ് ആക്സിസിൽ നമ്മൾ എടുക്കുന്ന വോൾട്ടേജ് ഏതാണ്, VGS ആണ്. ഓക്കെ, സോ നോർമലി നമ്മൾ പഠിച്ചിരിക്കുന്നത് അപ് ടു ത്രഷോൾഡ് വോൾട്ടേജ് കറന്റിന്റെ വാല്യൂ എന്താണ്, 0 എന്നാ പറഞ്ഞത്. ആൻഡ് ആഫ്റ്റർ റീച്ചിങ് ത്രഷോൾഡ് വോൾട്ടേജ് കറന്റ് ഇൻക്രീസസ്. അപ്പൊ ഇതാണ് നമ്മുടെ ത്രഷോൾഡ് വോൾട്ടേജ്. പക്ഷേ ഡ്യൂ ടു ദി സബ് ത്രഷോൾഡ് കണ്ടക്ഷൻ കാരണം ത്രഷോൾഡ് വോൾട്ടേജ് എത്തുന്നതിന് മുന്നേ തന്നെ ഒരു നോൺ സീറോ കറന്റ് ഉണ്ട്. സോ ഈ ഗ്രാഫിൽ നിങ്ങൾക്ക് കാണാം, ഇതാണ് ആ നോൺ സീറോ കറന്റ് ബിഫോർ റീച്ചിങ് ദ ത്രഷോൾഡ് വോൾട്ടേജ്. ഈ ത്രഷോൾഡ് വോൾട്ടേജ് എത്തുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഒരു നോൺ സീറോ കറന്റ് ഉണ്ട്. സോ ഗ്രാഫ് വിൽ ബി ലൈക്ക് ദിസ് ഡ്യൂ ടു ദിസ് സബ് ത്രഷോൾഡ് കണ്ടക്ഷൻ. ഗ്രാഫ് എങ്ങനെയായിരിക്കും, ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ഗ്രാഫ് വരുന്നത്. ആൻഡ് ദിസ് സ്വിങ് ഈസ് കോൾഡ് ദി സബ് ത്രഷോൾഡ് സ്വിങ് എന്ന് നമുക്കിതിനെ പറയാം. ഓക്കെ, സോ ഇത്രയും നിങ്ങൾ വളരെ ബ്രീഫായി എഴുതിയാൽ മതി. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പാർട്ട് എയില്, ഡിഫൈൻ ത്രഷോൾഡ് വോൾട്ടേജ് ഓഫ് മോസ്ഫെറ്റ്, ഹൗ ഇറ്റ് ക്യാൻ ബി വാരിഡ്. അതായത് ത്രഷോൾഡ് വോൾട്ടേജ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാം, അതിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എഴുതുക, ആൻഡ് ഹൗ ഇറ്റ് ക്യാൻ ബി വാരിഡ്, അത് എങ്ങനെ നമുക്ക് വാരി ചെയ്യാൻ പറ്റും. സോ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനിൽ നിന്ന് ഏതൊക്കെ പാരാമീറ്റേഴ്സിനെയാണ് നമ്മുടെ ത്രഷോൾഡ് വോൾട്ടേജ് ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് ആ വേരിയേഷൻ സ്റ്റേറ്റ് ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് നമുക്ക് ത്രഷോൾഡ് വോൾട്ടേജിന്റെ ഡെഫിനിഷനിലേക്ക് പോവാം. സോ ത്രഷോൾഡ് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഴ്സിനും ഡ്രെയിനും ഇടയ്ക്ക് ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഗേറ്റിൽ അപ്ലൈ ചെയ്യേണ്ട വോൾട്ടേജ് ആണ് എന്ത്, ശരിക്കും ത്രഷോൾഡ് വോൾട്ടേജ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഒരു സ്ട്രോങ് ഇൻവേർഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഗേറ്റിൽ അപ്ലൈ ചെയ്യേണ്ട വോൾട്ടേജ് ആണ് ത്രഷോൾഡ് വോൾട്ടേജ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ വോൾട്ടേജ് റിക്വയർഡ് ടു ഇൻട്രൊഡ്യൂസ് സ്ട്രോങ് ഇൻവേർഷൻ ഇൻ ദി സെമി കണ്ടക്ടർ. അതായത് സ്ട്രോങ് ഇൻവേർഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്ട്രോങ് ഇൻവേർഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. സോ സോഴ്സിനും ഡ്രെയിനും ഇടയ്ക്ക് ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യേണ്ട വോൾട്ടേജിനെ പറയുന്ന പേരാണ് ത്രഷോൾഡ് വോൾട്ടേജ്. നമുക്കതിനെ സിംപ്ലി VT എന്ന് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഈസി ആയിട്ട് അത് മനസ്സിലാവും. ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. മോസ്ഫെറ്റിന്റെ കേസിൽ എക്സ് ആക്സിസിൽ VGS, വൈ ആക്സിസിൽ എന്താണ്, ID ആണ്. സോ അപ് ടു ത്രഷോൾഡ് വോൾട്ടേജ് ദർ ഇസ് നോ ചാനൽ, സോ ദർ ഇസ് നോ കറന്റ്. സോ ത്രഷോൾഡ് വോൾട്ടേജ് എത്തുന്ന വരെ കറന്റ് ഒന്നുമില്ല. സോ ഇതാണ് നമ്മുടെ ത്രഷോൾഡ് വോൾട്ടേജ്, VGS-T എന്നും ഡിനോട്ട് ചെയ്യാറുണ്ട്. ദെൻ ആഫ്റ്റർ റീച്ചിങ് ദ ത്രഷോൾഡ് വോൾട്ടേജ് a channel is created so that electrons can n channel ആണെങ്കിൽ electrons can easily move from source to drain. so a current is produced, current ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ കറന്റിന്റെ ഗ്രാഫ് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ് വരുന്നത്. ഓക്കെ, സോ നമ്മൾ ആ ടേം ഡിഫൈൻ ചെയ്തു. ഇനി മാത്തമാറ്റിക്കലി അതിന്റെ എക്സ്പ്രഷൻ നോക്കാം. സോ ദ ത്രഷോൾഡ് വോൾട്ടേജ് എക്സ്പ്രഷൻ VT is equal to
VT0 plus gamma into within bracket root of 2 phi f plus VSB minus root 2 phi f. ഓക്കെ, ജസ്റ്റ് ഓരോ ടേം എന്താണെന്നുള്ളത് എഴുതുക. ഇതിൽ VT0 ആണ് ഫസ്റ്റ് ടേം. അതിന്റെ സെപ്പറേറ്റ് ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ വി ക്യാൻ റൈറ്റ് ഫോർ VT0. VT0 ഒരു എക്സ്പ്രഷൻ എഴുതാം. VT0 is equal to VFB, ഫ്ലാറ്റ് ബാൻഡ് വോൾട്ടേജ് VFB plus 2 phi f plus root of 2 epsilon SI Q NA into 2 phi f divided by COX. ഇപ്പോൾ ഓരോ ടേം എന്താണെന്നുള്ളത് പറയാം. VTOടെ ഓരോ ടേം ഫ്ലാറ്റ് ബാൻഡ് വോൾട്ടേജ് ആണ് VFB. 2 into phi f. phi f എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെർമി പൊട്ടൻഷ്യൽ ആണ്. ഫെർമി പൊട്ടൻഷ്യൽ ആണ് phi f എന്ന് പറയുന്നത്. റൂട്ട് ഓഫ് 2 എപ്സലോൺ SI സിലിക്കണിന്റെ പെർമിറ്റിവിറ്റി ആണ് വരുന്നത്. Q ചാർജ് ആണ്. NA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സെപ്റ്റർ കോൺസെൻട്രേഷൻ ആണ്. ഇൻറ്റു 2 phi f. phi f എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെർമി പൊട്ടൻഷ്യൽ ആണ്. COX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സൈഡ് കപ്പാസിറ്റൻസ് ആണ്. COXന്റെ മാത്തമാറ്റിക്കൽ ഫോർമുല നമുക്ക് അറിയാം. COX is equal to എപ്സലോൺ OX ഇൻറ്റു A ഡിവൈഡ് ബൈ W ആണ് വരുന്നത്. എപ്സലോൺ A ബൈ W ആണ് വരുന്നത് COX എന്ന് പറയുന്നത്. ദെൻ ഇതിൽ VFBയുടെ മാത്തമാറ്റിക്കൽ ഫോർമുല ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്ലാറ്റ് ബാൻഡ് വോൾട്ടേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു 5ms മൈനസ് QSS ബൈ COX. 5ms എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റലിന്റെയും സെമി കണ്ടക്ടറിന്റെയും വർക്ക് ഫംഗ്ഷന്റെ ഡിഫറൻസ്. അതായത് മെറ്റൽ സെമി കണ്ടക്ടർ രണ്ടിന്റെയും വർക്ക് ഫംഗ്ഷന്റെ ഡിഫറൻസ് ആണ് എന്ത് 5ms എന്ന് പറയുന്നത്. മൈനസ് QSS ചാർജ് ആണ്. Q എന്ന് പറയുന്നത് COX ഓക്സൈഡ് കപ്പാസിറ്റൻസ് ആണ്. ഇനി ഇതിൽ നമ്മളൊരു ഫെർമി പൊട്ടൻഷ്യൽ പറഞ്ഞു. ഫെർമി പൊട്ടൻഷ്യലിന്റെ മാത്തമാറ്റിക്കൽ ഫോർമുല ഇവിടെ കൊടുത്തിട്ടുണ്ട്. phi f is equal to KT by Q ln NA by NI. ln NA by NI. This NI means it is actually എന്താണ് നമ്മുടെ ഇൻട്രിൻസിക് കോൺസെൻട്രേഷൻ ആണ്. NI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രിൻസിക് കോൺസെൻട്രേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ടേംസ് എല്ലാം ക്ലിയർ ആണ്. സോ VFB ആയി, phi f ആയി, ടേംസ് എല്ലാം ഓക്കെ ആയി. ഇതിൽ ഗാമ എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ട്. സോ ദിസ് ഗാമ ഈസ് ബോഡി എഫക്റ്റ് പാരാമീറ്റർ. അതായത് നമ്മളെ ബോഡി എഫക്റ്റ് പാരാമീറ്റർ ആണ് ഗാമ എന്ന് പറയുന്നത്. VSB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഴ്സും ബോഡിയും നോർമലി ഗ്രൗണ്ട് ആയിരിക്കും. ബോഡി എഫക്റ്റ് ഇല്ല ആ കേസിൽ. ഇനി ബോഡി എഫക്റ്റ് വരുന്ന കേസിൽ VSB ഇസ് നോൺ സീറോ. സോ VSB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഴ്സും ബോഡിക്കും ഇടയ്ക്ക് ഉള്ള വോൾട്ടേജ് ആണ് VSB എന്ന് പറയുന്നത്. ഓക്കെ, സോ VSBയുടെ വാല്യൂ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സോ ഈ പാരാമീറ്റേഴ്സിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ത്രഷോൾഡ് വോൾട്ടേജ്. സോ അത് എങ്ങനെ വാരി ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പാരാമീറ്റേഴ്സിലെല്ലാം നമ്മൾ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് വരുത്തി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഏതിന്റെ വാല്യൂ മാറും? ത്രഷോൾഡ് വോൾട്ടേജിന്റെ വാല്യൂ മാറും. സോ ഈ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനിൽ ഇത്രയും ടേംസിനെ നമ്മുടെ ത്രഷോൾഡ് വോൾട്ടേജ് എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ക്ലിയർ ആണല്ലോ. സോ നമ്മൾ ത്രഷോൾഡ് വോൾട്ടേജ് എന്താന്ന് എഴുതി, അതിന്റെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, ഗ്രാഫിൽ അത് മാർക്ക് ചെയ്തു, മാത്തമാറ്റിക്കൽ ഫോർമുല എഴുതി, ഫോർമുലയിലുള്ള ഓരോ ടേംസ് എന്താണെന്നുള്ളത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. സോ ഇത്രയാണ് മൊഡ്യൂൾ 5 എന്നുള്ള പാർട്ട് A ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് പാർട്ട് B ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. സോ പാർട്ട് B എന്നുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അതിൽ A, B രണ്ട് സെക്ഷൻ ആയിട്ടുണ്ട്. 6+8 14 മാർക്കിനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതിൽ A ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ഡ്രെയിൻ ഇൻഡ്യൂസ്ഡ് ബാരിയർ ലോവറിംഗ്. അതായത് എന്താണ് ഡ്രെയിൻ ഇൻഡ്യൂസ്ഡ് ബാരിയർ ലോവറിംഗ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡിസ്കസ് ഇറ്റ്സ് എഫക്റ്റ് ഓൺ മോസ്ഫെറ്റ് പെർഫോമൻസ്. മോസ്ഫെറ്റ് പെർഫോമൻസ് എങ്ങനെയാണ് അത് എഫക്ട് ചെയ്യുന്നത് എന്നുള്ളതും ചോദിച്ചിട്ടുണ്ട്. 6 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി B ക്വസ്റ്റ്യൻ മോസ്ഫെറ്റ് സ്കെയിലിങ്ങും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്കെയിലിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എക്സ്പ്ലെയിൻ ചെയ്യാനാണ് B ക്വസ്റ്റ്യൻ. ഓക്കെ, സോ നമുക്ക് 1 by 1 ആയിട്ട് സൊല്യൂഷൻ നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡ്രെയിൻ ഇൻഡ്യൂസ്ഡ് ബാരിയർ ലോവറിംഗ്. സോ ഡ്രെയിൻ ഇൻഡ്യൂസ്ഡ് ബാരിയർ ലോവറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഷോർട്ട് ചാനൽ എഫക്റ്റ് ആണ്. ഓക്കെ, സോ നിങ്ങളിത് ആൻസർ ചെയ്യുമ്പോൾ ആദ്യം ഷോർട്ട് ചാനൽ എഫക്റ്റ് എന്താണെന്നുള്ളത് എഴുതുക. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷോർട്ട് ചാനൽ എഫക്റ്റ് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. അതിലുള്ള ഒരു ഷോർട്ട് ചാനൽ എഫക്റ്റ് ആണ് ഡ്രെയിൻ ഇൻഡ്യൂസ്ഡ് ബാരിയർ ലോവറിംഗ് എന്ന് പറയുക. എന്നിട്ട് ഡ്രെയിൻ ഇൻഡ്യൂസ്ഡ് ബാരിയർ ലോവറിംഗ് എന്താണെന്നുള്ളതും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കംപ്ലീറ്റ് ആയി. ഓക്കെ, സോ ആദ്യം ഷോർട്ട് ചാനൽ എഫക്റ്റ് എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, സോ ഷോർട്ട് ചാനൽ എഫക്റ്റ് മോസ്ഫെറ്റിൽ ഒക്യൂർ ചെയ്യുന്ന എപ്പോഴാണ്? ചാനൽ ലെങ്ത്
കുറയുന്ന സമയത്ത് when the channel length is comparable, when the channel length ഏത് പാരാമീറ്റർ ആണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്? channel length. So when the channel length is comparable, ഏതായിട്ട് comparable ആവുമ്പോൾ to the depletion layer width of source and drain junction, അതായത് സോഴ്സ് ജംഗ്ഷൻ അതുപോലെ തന്നെ ഡ്രെയിൻ ജംഗ്ഷൻ, ഇവിടുത്തെ ഡിപ്ലീഷൻ റീജിയൻ വിടുത്തുമായിട്ട് നമ്മുടെ ചാനൽ ലെങ്ത് കമ്പയറബിൾ ആവുമ്പോഴാണ് ഷോർട്ട് ചാനൽ എഫക്റ്റ് ഉണ്ടാവുന്നത്. ഓക്കെ, സോ എ മോസ്ഫെറ്റ് ഡിവൈസ് ഈസ് കൺസിഡേർഡ് ടു ബി ഷോർട്ട് ചാനൽ. ഒരു മോസ്ഫെറ്റ് ഡിവൈസ് ഷോർട്ട് ചാനൽ ആയിട്ട് കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദ ചാനൽ ലെങ്ത് ഈസ് ദി സെയിം ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ്. Channel length is the same order of magnitude as the depletion layer width, XDD, XDS. ഒന്ന് ഡ്രെയിൻ്റെയും ഒന്ന് സോഴ്സിൻ്റെയാണ്, ഓഫ് ദി സോഴ്സ് ആൻഡ് ഡ്രെയിൻ ജംഗ്ഷൻ. അപ്പൊ ആ ഒരു സമയത്താണ് ഷോർട്ട് ചാനൽ എഫക്റ്റ് ഉള്ളത്. സോ ഡിഫറെന്റ് ഷോർട്ട് ചാനൽ എഫക്ട്സ് ഏതൊക്കെയാന്നുള്ളത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ മെയിൻലി 5 ഷോർട്ട് ചാനൽ എഫക്റ്റ് ആണ് ഉള്ളത് എന്നുള്ളതൊന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യാം. അതിന്റെ പേരുകൾ എഴുതുക. ചാനൽ ലെങ്ത് മോഡുലേഷൻ വരുന്നുണ്ട്, ഡ്രെയിൻ ഇൻഡ്യൂസ്ഡ് ബാരിയർ ലോവറിംഗ് ആൻഡ് പഞ്ച് ത്രൂ വരുന്നുണ്ട്, വെലോസിറ്റി സാച്ചുറേഷൻ വരുന്നുണ്ട്, ത്രഷോൾഡ് വോൾട്ടേജ് വേരിയേഷൻസ് വരുന്നുണ്ട്, ഹോട്ട് കാരിയർ എഫക്ട്സ് വരുന്നുണ്ട്. ഈ 5 എണ്ണമാണ് ഷോർട്ട് ചാനൽ എഫക്റ്റ് എന്ന് പറയുന്നത്. അതിൽ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഡ്രെയിൻ ഇൻഡ്യൂസ്ഡ് ബാരിയർ ലോവറിങ്ങിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ അതിന്റെ എക്സ്പ്ലനേഷനിലേക്കാണ് പോവേണ്ടത്. ഓക്കെ, സോ ഡ്രെയിൻ ഇൻഡ്യൂസ്ഡ് ബാരിയർ ലോവറിംഗ്, അതിനെ DIBL എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്, ഡ്രെയിൻ ഇൻഡ്യൂസ്ഡ് ബാരിയർ ലോവറിംഗ്. ഓക്കെ, സോ ഇവിടെ പറയുന്നത് when the depletion region surrounding the drain, അതായത് ഡ്രെയിനിലും സോഴ്സ് എൻഡിലും നമുക്ക് എന്തുണ്ട്? ഡിപ്ലീഷൻ റീജിയൻ ഉണ്ട്. അപ്പൊ ഈ സോഴ്സ് എൻഡിലുള്ള ഡിപ്ലീഷൻ റീജിയന്റെ അങ്ങോട്ട് ഡ്രെയിൻ എൻഡിലുള്ള ഡിപ്ലീഷൻ റീജിയൻ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കേസാണ് ഇവിടെ പറയുന്നത്. സോ when the depletion region surrounding the drain, അതായത് ഡ്രെയിൻ എൻഡിലുള്ള ഡിപ്ലീഷൻ റീജിയൻ എക്സ്റ്റെൻഡ്സ് ടു ദി സോഴ്സിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാണ്. സോ ദാറ്റ് ദ 2 ഡിപ്ലീഷൻ ലെയർ മെർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രെയിനിലുള്ള ഡിപ്ലീഷൻ ലെയർ വിടുത്തും അതുപോലെ സോഴ്സിലുള്ള ഡിപ്ലീഷൻ ലെയർ വിടുത്തിലേക്ക് നമ്മുടെ ഡ്രെയിൻ എൻഡിലുള്ള ഡിപ്ലീഷൻ ലെയർ വിടുത്ത് എക്സ്റ്റെൻഡ് ആയി. സോ ദാറ്റ് ദെയർ സം ഇസ് ഈക്വൽ ടു ദ കംപ്ലീറ്റ് ചാനൽ ലെങ്ത് എല്ലാം ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പഞ്ച് ത്രൂ ഒക്കേഴ്സ്. ഓക്കെ, സോ അതാണ് ഇവിടെ മെയിൻ ആയിട്ട് പറയുന്നത്. ദെൻ കറന്റ് ഫ്ലോക്ക് നമ്മൾ പറയുന്ന ഒരു കേസ് എന്താണ്? ചാനലിലൂടെ കറന്റ് ഫ്ലോ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ സ്ട്രോങ് ഇൻവേർഷൻ നടക്കണം എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അല്ലേ. സോ സ്ട്രോങ് ഇൻവേർഷൻ നടന്നാലാണ് സോഴ്സിൽ നിന്ന് ഡ്രെയിനിലേക്ക് ഇലക്ട്രോൺ മൂവ്മെന്റ് അല്ലെങ്കിൽ കറന്റ് ഫ്ലോ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ കറന്റ് ഫ്ലോ ഇൻ ദ ചാനൽ ഡിപ്പെൻഡ്സ് ഓൺ ക്രിയേറ്റിംഗ് ആൻഡ് സസ്റ്റെയിനിങ് ഇൻവേർഷൻ ലെയർ ഓൺ ദി സർഫസ്. സ്ട്രോങ് ഇൻവേർഷൻ നടക്കണം. ഓക്കെ, so if the gate bias voltage, normally gate voltage greater than threshold voltage വരുന്ന സമയത്താണ് സ്ട്രോങ് ഇൻവേർഷൻ നടക്കുക. അപ്പോഴാണ് ചാനൽ ക്രിയേറ്റ് ചെയ്ത് കറന്റ് ഫ്ലോ ഉണ്ടാവും എന്നുള്ളതാണ് ജനറൽ കേസ്. പക്ഷെ പ്രാക്ടിക്കലി അങ്ങനെയല്ല. സോ ഇഫ് ദ ഗേറ്റ് ബയാസ് വോൾട്ടേജ് ഇസ് നോട്ട് സഫിഷ്യന്റ് ടു ഇൻവേർട്ട് ദ സർഫസ്, അതായത് VGS ലെസ് ദാൻ VT കണ്ടീഷനിൽ ദ കാരിയർ ഇൻ ദ ചാനൽ ഫേസ് എ പൊട്ടൻഷ്യൽ ബാരിയർ, അതിന് മൂവ് ചെയ്യാനുള്ള ഒരു ഇത് കിട്ടുന്നില്ല. കാരണം ദർ ഇസ് എ പൊട്ടൻഷ്യൽ ബാരിയർ ദാറ്റ് ബ്ലോക്സ് ദി ഫ്ലോ, ഒരു മൂവ്മെന്റ് നടക്കുന്നില്ല. സോ ഇൻക്രീസിങ് ദ ഗേറ്റ് വോൾട്ടേജ്, നമ്മൾ എന്ത് ചെയ്യും? VGSന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ ആ ബാരിയർ കുറഞ്ഞ് അതിലൂടെ ഈസി ആയിട്ട് ചാർജ് കാരിയർ മൂവ് ചെയ്തിട്ടാണ് ആക്ച്വലി എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? കറന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമ്മൾ ഷോർട്ട് ചാനൽ എഫക്റ്റിന്റെ കേസിൽ സ്മോൾ ജോമെട്രി മോസ്ഫെറ്റ് ചാനൽ ലെങ്ത് കമ്പാരിറ്റീവ്ലി കുറവുള്ള കേസിൽ പൊട്ടൻഷ്യൽ ബാരിയർ ഈസ് കൺട്രോൾഡ് ബൈ ഏതൊക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ട്? VGSഉം കൺട്രോൾ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ VDSന്റെ സിഗ്നിഫിക്കൻസ് അവിടെയാണ് വരുന്നത്. സോ VGSന്റെ കൂടെ VDSന്റെ സിഗ്നിഫിക്കൻസും കൂടെ വരുന്നുണ്ട്. സോ നമ്മൾ അവിടെ എന്താ ചെയ്യുന്നത്? ഡ്രെയിൻ വോൾട്ടേജ് ഡ്രെയിൻ വോൾട്ടേജ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. സോ വെൻ ദ ഡ്രെയിൻ വോൾട്ടേജ് ഈസ് ഇൻക്രീസ്ഡ്, ഡ്രെയിൻ വോൾട്ടേജ് നമ്മൾ ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദ പൊട്ടൻഷ്യൽ ബാരിയർ ഇൻ ദ ചാനൽ ഡിക്രീസസ്. സോ ചാനലിലുള്ള പൊട്ടൻഷ്യൽ ബാരിയർ ഡിക്രീസ് ചെയ്യുന്നു. സോ ദാറ്റ് കണ്ടക്ഷൻ കുറച്ചും കൂടെ സ്മൂത്ത് ആവും. സോ ലീഡിങ് ടു ഡ്രെയിൻ ഇൻഡ്യൂസ്ഡ് ബാരിയർ ലോവറിങ്. സോ ഡ്രെയിനിൽ നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ബാരിയർ കുറയുന്നു. സോ ബാരിയർ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മൂവ്മെന്റ് നടക്കും. സോ ദ റിഡക്ഷൻ ഓഫ് ദി പൊട്ടൻഷ്യൽ ബാരിയർ ഇവഞ്ച്വലി അലൗസ് ഇലക്ട്രോൺ
ഫ്ലോ ബിറ്റ്വീൻ സോഴ്സ് ആൻഡ് ഡ്രെയിൻ. അപ്പോൾ ബാരിയർ ലോവറിങ്ങിന്റെ ഭാഗമായിട്ട് സോഴ്സിൽ നിന്ന് ഇലക്ട്രോൺസിനെ എങ്ങോട്ട് മൂവ് ചെയ്യാം? ഡ്രെയിനിലേക്ക് മൂവ് ചെയ്യാം. സോ ഈവൻ ഇഫ് ദ ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജ്, അതായത് VGS ലെസ് ദാൻ VT ആണെങ്കിൽ പോലും നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള VDSന്റെ ഭാഗമായിട്ട് ചാർജ് കാരിയേഴ്സ് മൂവ് ആവും. സോ ഈവൻ ഇഫ് ദ ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജ് ഈസ് ലോവർ ദാൻ ത്രഷോൾഡ് വോൾട്ടേജ്, ത്രഷോൾഡ് വോൾട്ടേജിനേക്കാളും VGS കുറവാണെങ്കിൽ പോലും ദ ചാനൽ കറന്റ് ദാറ്റ് ഫ്ലോസ് അണ്ടർ ദിസ് കണ്ടീഷൻ, VGS ലെസ് ദാൻ VT കണ്ടീഷനിൽ കണ്ടക്ഷൻ നടക്കും. ദാറ്റ് ഈസ് സബ് ത്രഷോൾഡ് കണ്ടക്ഷൻ എന്നും ആ കറണ്ടിനെ നമ്മൾ എന്ത് പറയും? സബ് ത്രഷോൾഡ് കറന്റ് എന്നും പറയും. ഓക്കെ, സോ ഇതാണ് ഡ്രെയിൻ ഇൻഡ്യൂസ്ഡ് ബാരിയർ ലോവറിംഗ് എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ മെയിൻ ആയിട്ടും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഇനി ബി ക്വസ്റ്റ്യൻ, മോസ്ഫെറ്റ് സ്കെയിലിങ്ങും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്കെയിലിംഗ്, അതിന്റെ അഡ്വാൻറ്റേജസ് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ബി ക്വസ്റ്റ്യൻ വരുന്നത്. സോ മോസ്ഫെറ്റ് സ്കെയിലിംഗിന്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സിൽ, അതായത് ICസിൽ നമ്മൾ ട്രാൻസിസ്റ്റേഴ്സ് പാക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ ഡെൻസർ ആയിട്ട് പാക്ക് ചെയ്യാൻ, അതായത് കൂടുതൽ നമ്പർ ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് ഒക്കെ പാക്കിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന ഈ മോസ്ഫെറ്റിന്റെ ഒക്കെ സൈസ് നമ്മൾ എന്ത് ചെയ്യണം? കുറച്ചുകൊണ്ട് വരണം. എന്നാലാണ് ലാർജ് നമ്പർ ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് നമുക്ക് അതിൽ പാക്ക് ചെയ്യാൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? സ്കെയിലിംഗ് യൂസ് ചെയ്യാം. അതായത് അതിന്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, പാക്കിംഗ് ഡെൻസിറ്റി കാര്യങ്ങളൊക്കെ കൂട്ടുക, ട്രാൻസിസ്റ്റേഴ്സിന്റെ സൈസ് കുറച്ചുകൊണ്ട് വരിക എന്നുള്ളതാണ് സ്കെയിലിംഗിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. സോ വൺ അപ്രോച്ച് ടു സൈസ് റിഡക്ഷൻ ആണ് നമ്മുടെ ഉദ്ദേശം. ഇസ് എ സ്കെയിലിംഗ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്കെയിലിംഗ് ചെയ്യുന്നത്. സോ ആൾ ഡിവൈസ് ഡയമെൻഷൻ, അപ്പൊ ആ ഒരു ഇതിന്റെ കൺസ്ട്രക്ഷനിൽ വരുന്ന ഡിവൈസ് ഡയമെൻഷൻസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? റെഡ്യൂസ് ചെയ്യണം. പ്രൊപ്പോർഷണലി നമ്മൾ എന്ത് ചെയ്യണം? ഡയമെൻഷൻസ് എല്ലാം നമ്മൾ അതിന്റെ ഇപ്പോൾ ഓക്സൈഡ് തിക്നെസ് ആയാലും ചാനലിലെ ലെങ്ത് ആയാലും മേ ബി പവർ സപ്ലൈ വോൾട്ടേജ് ആവാം, അങ്ങനെ അതിൽ വരുന്ന അല്ലെങ്കിൽ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ ആവാം. സോ ഏതൊക്കെ പാരാമീറ്റേഴ്സും ആണ് അതിന്റെ കൺസ്ട്രക്ഷനുമായി റിലേറ്റ് ചെയ്ത് വരുന്നത്, അതെല്ലാം നമ്മൾ സ്കെയിൽ ചെയ്ത് കഴിഞ്ഞാൽ എഫക്റ്റീവായിട്ട് നമുക്ക് ആ ട്രാൻസിസ്റ്ററിന്റെ സൈസ് എന്ത് ചെയ്യാം? കുറച്ചുകൊണ്ട് വരാം. അതാണ് മോസ്ഫെറ്റ് സ്കെയിലിംഗ് എന്ന് പറയുന്നത്. അതായത് ചാനൽ ലെങ്ത്, ചാനൽ വിഡ്ത്ത്, ഓക്സൈഡ് തിക്നെസ്, lateral dimensions such as channel length, width are reduced by a factor. നമ്മളൊരു ഫാക്ടർ വെച്ചിട്ട് ഇതൊക്കെ എന്ത് ചെയ്യാണ്? റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, ദെൻ മെയിൻ ആയിട്ടും സ്കെയിലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ഇംപ്രൂവ്മെന്റ് ആണ് ഉണ്ടാവുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ബൈ ഡൂയിങ് സ്കെയിലിംഗ് പാക്കിംഗ് ഡെൻസിറ്റി, ഞാൻ പറഞ്ഞു പാക്കിംഗ് ഡെൻസിറ്റി നമുക്ക് കൂട്ടാൻ പറ്റും, സ്പീഡ് ഓഫ് ഓപ്പറേഷൻസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ പവർ ഡിസിപ്പേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും, അൺവാണ്ടഡ് പവർ ഡിസിപ്പേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് പവർ ഡിസിപ്പേഷൻ കുറയ്ക്കാൻ പറ്റും. ഓക്കെ, സോ ഹൈ പാക്കിംഗ് ഡെൻസിറ്റി ആണ് ഏറ്റവും ഇതിൽ ഹൈലൈറ്റിംഗ് ആയിട്ട് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. സോ നമുക്ക് സ്കെയിലിംഗ് എന്താന്നുള്ളത് പറഞ്ഞു. ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്കെയിലിംഗ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോൺസ്റ്റന്റ് ഫീൽഡ് സ്കെയിലിംഗും ഉണ്ട്, കോൺസ്റ്റന്റ് വോൾട്ടേജ് സ്കെയിലിംഗും ഉണ്ട്. ഓക്കെ, സോ നിങ്ങൾ അതിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ എഴുതുക. സോ ടൈപ്സ് ഓഫ് സ്കെയിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോൺസ്റ്റന്റ് വോൾട്ടേജ് സ്കെയിലിംഗ്, കോൺസ്റ്റന്റ് ഫീൽഡ് സ്കെയിലിംഗ്, കോൺസ്റ്റന്റ് വോൾട്ടേജ് സ്കെയിലിംഗും ഉണ്ട്, കോൺസ്റ്റന്റ് ഫീൽഡ് സ്കെയിലിംഗും ഉണ്ട്. ഓക്കെ, ഇനി രണ്ടും എന്താന്നുള്ളതും ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് അതിന്റെ ഒരു കമ്പാരിസണും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറിങ് കംപ്ലീറ്റ് ആയി. സോ ഫസ്റ്റ് വൺ കോൺസ്റ്റന്റ് ഫീൽഡ് സ്കെയിലിംഗ് ആണ്. കോൺസ്റ്റന്റ് ഫീൽഡ് സ്കെയിലിംഗിന്റെ വേറൊരു പേരാണ് ഫുൾ സ്കെയിലിംഗ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഫുൾ സ്കെയിലിംഗ്. അപ്പൊ ഇവിടെ എന്താ ചെയ്യുക, എല്ലാ ഡയമെൻഷൻസും നമ്മൾ സ്കെയിൽ ചെയ്യാണ് ബൈ എ ഫാക്ടർ കെ. അതായത് നമ്മൾ വോൾട്ടേജ് അടക്കം ഇവിടെ സ്കെയിൽ ചെയ്യാണ്. സോ ഓൾ ഡയമെൻഷൻസ് ആർ സ്കെയിൽഡ് ബൈ കെ ആൻഡ് ദ സപ്ലൈ വോൾട്ടേജ് ആൻഡ് അതർ വോൾട്ടേജസ് ആർ ആൾസോ സ്കെയിൽഡ്. സപ്ലൈ വോൾട്ടേജ്, നമ്മുടെ VDS, VGS ഇതുപോലത്തെ വോൾട്ടേജസ് എല്ലാം തന്നെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യാണ്? സ്കെയിൽ ചെയ്യാണ്. കോൺസ്റ്റന്റ് ഫീൽഡ് സ്കെയിലിംഗ് എന്ന് പറയുന്നതുകൊണ്ട് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യാണ്? കോൺസ്റ്റന്റ് ആണ് ഇവിടെ. ഇലക്ട്രിക് ഫീൽഡിൽ നമ്മൾ ചേഞ്ച് ഒന്നും വരുത്തുന്നില്ല. ഫീൽഡ് എന്താണ്? കോൺസ്റ്റന്റ് ആണ് ഇവിടെ. ഓക്കെ, സോ ത്രഷോൾഡ് വോൾട്ടേജ് ഇതെല്ലാം ഇവിടെ മാറുന്നുണ്ട്. ഓക്കെ, സോ ആ ഒരു സ്കെയിലിംഗ് എങ്ങനെയാന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ ചെറിയൊരു ഡയഗ്രാം കാണിച്ചിട്ടുണ്ട്. സ്കെയിലിങ്ങിന് മുമ്പുള്ള കേസാണ് ഈ ഫസ്റ്റ് വൺ, ദെൻ ആഫ്റ്റർ സ്കെയിലിംഗ് ആണ് ഈ സെക്കൻഡ് വൺ എന്ന് പറയുന്നത്. സോ കുറച്ച് പാരാമീറ്റേഴ്സ് സ്കെയിലിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, സോ ഇതിൽ വരുന്നത് ലെങ്ത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. സോ ലെങ്ത് ഇവിടെ എത്തുമ്പോഴേക്കും എന്താവും? ബൈ കെ ഡിവൈഡ് ബൈ
ലെങ്ത് എന്താവും ഡിവൈഡ് ബൈ കെ ആവും. സ്കെയിലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബിക്കം ഡിവൈഡ് ബൈ കെ. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ദെൻ നമ്മുടെ ചാനൽ ലെങ്ത് LCH ആണ് ചാനൽ ലെങ്ത്. സോ LCH എന്താണ് LCH ബൈ കെ ആയിട്ട് മാറും. അതുപോലെ തന്നെ പവർ സപ്ലൈ വോൾട്ടേജ് VDD ആണ്. സോ VDD എന്തായിട്ട് മാറും VDD ബൈ കെ ആയിട്ട് മാറും. അതുപോലെ തന്നെ നമ്മുടെ ഓക്സൈഡ് ലെയറിന്റെ തിക്നെസ് ആണ് TOX. TOX എന്ന് പറഞ്ഞാൽ ഓക്സൈഡ് തിക്നെസ്. ഓക്സൈഡ് തിക്നെസ് എന്തായിട്ട് മാറും TOX ബൈ കെ ആയിട്ട് മാറും. അതുപോലെ തന്നെ ആക്സെപ്റ്റർ കോൺസെൻട്രേഷൻ ആണ് NA, അത് മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യുക. സോ ഇറ്റ് വിൽ ബിക്കം K ഇൻറ്റു NA ആയിട്ട് മാറും. സോ ബിഫോർ സ്കെയിലിങ്ങും ആഫ്റ്റർ സ്കെയിലിങ്ങും. സോ ആഫ്റ്റർ സ്കെയിലിംഗ് ചെയ്തുകൊണ്ട് അതിന്റെ സൈസ് ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഡിഫറെന്റ് പാരാമീറ്റേഴ്സിൽ എങ്ങനെയാണ് സ്കെയിലിംഗ് ഫാക്ടർ വരുന്നത് എന്നുള്ള ഒരു ചെറിയൊരു ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യാം. സോ ഈ ഒരു സ്കെയിലിംഗ് ഫാക്ടർ വെച്ചിട്ടാണ് നമ്മൾ അതിനെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് വരുന്നത് കോൺസ്റ്റന്റ് ഫീൽഡ് സ്കെയിലിംഗ് ആണ്. സോ ഇതിൽ സർഫസ് ഡയമെൻഷൻസ് L,Z 1/K കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. വെർട്ടിക്കൽ ഡയമെൻഷൻസ് DX ഇതൊക്കെ 1/K ആണ്. ഇമ്പ്യൂരിറ്റി കോൺസെൻട്രേഷൻസ് ഇൻറ്റു K ആണ്. കറന്റ് വോൾട്ടേജ് എല്ലാം ഡിവൈഡ് ബൈ K ആണ്. കറന്റ് ഡെൻസിറ്റി ഇൻറ്റു K. കപ്പാസിറ്റൻസ് ഇൻറ്റു K. കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ COX ഒക്കെയാണ് നമ്മുടെ കപ്പാസിറ്റൻസ്, ഓക്സൈഡ് കപ്പാസിറ്റൻസ് വരുന്നത്. ട്രാൻസ് കണ്ടക്ടൻസിന് ചേഞ്ച് ഒന്നുമില്ല, സെയിം തന്നെയാണ്. അതാണ് 1 ഡിനോട്ട് ചെയ്യുന്നത്. ദെൻ സർക്യൂട്ട് ഡിലേ ടൈം 1/K. സർക്യൂട്ട് ഡിലേ ടൈം 1/K. പവർ ഡിസിപ്പേഷൻ 1/K സ്ക്വയർ. പവർ ഡിസിപ്പേഷൻ 1/K സ്ക്വയർ. ദെൻ പവർ ഡെൻസിറ്റി സെയിം ആണ്, 1 ആണ്. ദെൻ പവർ ഡിലേ പ്രൊഡക്റ്റ് 1/K ക്യൂബ്. ഓക്കെ, സോ കോൺസ്റ്റന്റ് ഫീൽഡ് സ്കെയിലിങ്ങിൽ നമ്മളെ ഡയമെൻഷൻസ് എന്തൊക്കെയാണോ അതിനെ ഈ ഒരു സ്കെയിലിംഗ് ഫാക്ടർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇതിന് കുറച്ച് ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. സോ ഇതിന്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഹോട്ട് ഇലക്ട്രോൺ എഫക്ട്സും അതുപോലെ തന്നെ ഷോർട്ട് ചാനൽ എഫക്ട്സും ആണ്. ഷോർട്ട് ചാനൽ എഫക്ട്സും ഹോട്ട് ഇലക്ട്രോൺ എഫക്ട്സും ആണ് ഇതിന്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ്. സോ ഈ 2 പോയിന്റ് നിങ്ങൾ അതിൽ നോട്ട് ചെയ്യുക. സോ ഫസ്റ്റ് ടൈപ്പ് സ്കെയിലിംഗ് നമ്മൾ നോക്കി. ഇനി സെക്കൻഡ് ടൈപ്പ് സ്കെയിലിംഗ് ആണ് കോൺസ്റ്റന്റ് വോൾട്ടേജ് സ്കെയിലിംഗ്. സോ സെക്കൻഡ് ടൈപ്പ് സ്കെയിലിംഗ് ആണ് കോൺസ്റ്റന്റ് വോൾട്ടേജ് സ്കെയിലിംഗ്. സോ കോൺസ്റ്റന്റ് വോൾട്ടേജ് സ്കെയിലിംഗ് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ വോൾട്ടേജ് കോൺസ്റ്റന്റ് ആക്കി വെക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ് നമ്മൾ സ്കെയിൽ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ചില കേസുകളിൽ വോൾട്ടേജുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ചില ഡയമെൻഷൻസ് ഉണ്ട്, അതും നമ്മൾ സ്കെയിൽ ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് ഡയമെൻഷൻസ് അസോസിയേറ്റഡ് വിത്ത് വോൾട്ടേജ് ആർ നോട്ട് സ്കെയിൽഡ്. ഇപ്പൊ കോൺസ്റ്റന്റ് വോൾട്ടേജ് ആണ്. വോൾട്ടേജ് നമ്മൾ എന്ത് ചെയ്യണം, വോൾട്ടേജിൽ കാര്യമായിട്ടുള്ള ചേഞ്ചസ് കാര്യങ്ങളൊന്നും വരുത്തുന്നില്ല. അപ്പൊ ഇവിടെ സ്കെയിലിംഗ് ഏത് ഫാക്ടർ വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടതെന്നും പാരാമീറ്റർ ഇവിടെ 2 കോളായിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഫസ്റ്റ് കോളത്തിൽ പാരാമീറ്ററും സെക്കൻഡ് കോളത്തിൽ അതിനെ ഏത് ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം എന്നുള്ള സ്കെയിലിംഗ് ഫാക്ടർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ചാനൽ ലെങ്ത് ആണെങ്കിൽ ഡിവൈഡ് ബൈ ആൽഫ ആണ് വരുന്നത് ചാനൽ ലെങ്ത്. ദെൻ ജംഗ്ഷൻ ഡെപ്ത്, സബ്സ്ട്രേറ്റ് ഡോപ്പിംഗ്, ഡിപ്ലീഷൻ ലെയർ തിക്നെസ് എല്ലാം എന്താണ് ഓരോന്നിന്റെയും കൊടുത്തിട്ടുണ്ട്. ജംഗ്ഷൻ ഡെപ്ത് ആണെങ്കിൽ ഡിവൈഡ് ബൈ ആൽഫ, സബ്സ്ട്രേറ്റ് ഡോപ്പിംഗ് ആണെങ്കിൽ ഇൻറ്റു ആൽഫ. ആൽഫ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ എടുത്ത K തന്നെയാണ്. ഓക്കെ, K എന്നും ആൽഫ എന്നൊക്കെ ഡിനോട്ട് ചെയ്യാം ആ ഫാക്ടറിനെ. ഡിപ്ലീഷൻ ലെയർ തിക്നെസ് 1/α കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ട്രാൻസ് കണ്ടക്ടൻസ് ഇൻറ്റു ആൽഫ. Then static power dissipation into alpha, dynamic power dissipation into alpha, current into alpha, gate delay 1/α square, load capacitance 1/α, channel width 1/α, supply voltage constant ആണ്. വോൾട്ടേജ് എന്താണ് ചേഞ്ച് ചെയ്യുന്നുണ്ടോ? 1 കൊണ്ടാ മൾട്ടിപ്ലൈ ചെയ്യുന്നത്, ചേഞ്ച് ഉണ്ടോ? ഇല്ല. സോ ഇറ്റ് ഈസ് കോൾഡ് കോൺസ്റ്റന്റ് വോൾട്ടേജ് സ്കെയിലിംഗ്. ദെൻ ഗേറ്റ് ഓക്സൈഡ് തിക്നെസ് TOX 1/α. അപ്പൊ ഇത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും വോൾട്ടേജ് പാരാമീറ്ററിൽ ചേഞ്ച് ഒന്നും സംഭവിക്കുന്നില്ല. നമ്മൾ ഏത് പാരാമീറ്ററിലാണ് മെയിൻ ആയിട്ടും ചേഞ്ച് കൊണ്ടുവരുന്നത്? ബാക്കി പാരാമീറ്റേഴ്സിലാണ് സ്കെയിലിംഗ് നമ്മൾ മെയിൻ ആയിട്ടും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഇതിന്റെ ഒരു കമ്പാരിസണും കൂടെ ഇവിടെ ഒരു ചെറിയൊരു ടേബിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ കുറച്ച് ക്വാണ്ടിറ്റി അതിന്റെ നൊട്ടേഷൻസ് കൊടുത്തിട്ടുണ്ട്. കോൺസ്റ്റന്റ് ഫീൽഡ് സ്കെയിലിങ്ങും അതുപോലെ തന്നെ കോൺസ്റ്റന്റ് വോൾട്ടേജ് സ്കെയിലിങ്ങും 2 കോളായിട്ട് എന്താണ് അതിൽ വരുന്ന ചേഞ്ച്? ലെങ്ത് L ആണ്. ദെൻ വിഡ്ത്ത് എന്ന് പറയുന്നത് W, ഗേറ്റ് ഓക്സൈഡ് തിക്നെസ് TOX, സപ്ലൈ വോൾട്ടേജ് VDD, ത്രഷോൾഡ് വോൾട്ടേജ് VT0, ദെൻ ഡോപ്പിംഗ് ഡെൻസിറ്റി NAND, ആക്സെപ്റ്റർ ഡോണർ കോൺസെൻട്രേഷൻ. ദെൻ കോൺസ്റ്റന്റ് ഫീൽഡ് ആവുമ്പോൾ ഇവിടെ X ആണ്, നേരത്തെ ആൽഫ K എന്നൊക്കെ എടുത്തു, എല്ലാം സെയിം ആണ്. സോ ലെങ്ത് ആണെങ്കിൽ കോൺസ്റ്റന്റ് ഫീൽഡിൽ L/S ആവും.
കോൺസ്റ്റന്റ് വോൾട്ടേജിലും L/S തന്നെയാണ്. ദെൻ വിഡ്ത്ത് ആണെന്നുണ്ടെങ്കിൽ W/S അല്ലെങ്കിൽ 1/S ആ ഫാക്ടറാണ് ഞാൻ പറയുന്നത്. L/S എന്നുള്ള രീതിയിൽ വരും. സോ ഇൻറ്റു 1/S ചെയ്താൽ മതി. ദെൻ ഓക്സൈഡ് ആകുമ്പോൾ 1/S തന്നെയാണ്. സപ്ലൈ വോൾട്ടേജ് കോൺസ്റ്റന്റ് ഫീൽഡിൽ ഇൻറ്റു 1/S ആണ്. നമ്മുടെ കോൺസ്റ്റന്റ് വോൾട്ടേജിൽ ചേഞ്ച് ഒന്നുമില്ല. ത്രഷോൾഡ് വോൾട്ടേജ് ആകുമ്പോൾ കോൺസ്റ്റന്റ് ഫീൽഡിൽ ചേഞ്ച് വരും ഇൻറ്റു 1/S. കോൺസ്റ്റന്റ് വോൾട്ടേജിൽ ഇറ്റ് വിൽ ബിക്കം കോൺസ്റ്റന്റ്. ഡോപ്പിംഗ് ഡെൻസിറ്റി ഇൻറ്റു S ചെയ്താൽ മതി കോൺസ്റ്റന്റ് ഫീൽഡിൽ. ഇൻറ്റു S² ആണ് എന്തില് ഡോപ്പിംഗ് ഡെൻസിറ്റി നോക്കുക. സോ ഡോപ്പിംഗ് ഡെൻസിറ്റി ടേം അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്കെയിലിംഗ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് വോൾട്ടേജ് സ്കെയിലിംഗ് ആണ്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ നമ്മളെ വോൾട്ടേജ് പാരാമീറ്ററിൽ നമുക്ക് കാര്യമായിട്ടുള്ള സ്കെയിലിംഗ് ഒന്നും ചെയ്യണ്ട. അപ്പോൾ നമ്മൾ എത്ര സ്കെയിലിംഗ് എന്ത് യൂസ് ചെയ്താലും വോൾട്ടേജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോൺസ്റ്റന്റ് ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റും. സോ ഏറ്റവും വൈഡ്ലി യൂസ് ചെയ്യുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് വോൾട്ടേജ് സ്കെയിലിംഗ് ആണ് നമ്മൾ ഏറ്റവും വൈഡ്ലി യൂസ് ചെയ്യുന്ന സ്കെയിലിംഗ്, മോസ്ഫെറ്റ് സ്കെയിലിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയാണ് നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ മൊഡ്യൂൾ 5 ഫസ്റ്റ് essay ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ ഇനി മൊഡ്യൂൾ 5 പാർട്ട് ബിയിലെ സെക്കൻഡ് essay ക്വസ്റ്റ്യൻ നോക്കാം. സോ 20ാമത്തെ ക്വസ്റ്റ്യൻ, അതിൽ A-B 2 സെക്ഷനായിട്ട് 8+6 14 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. 8 മാർക്കിന് ചോദിച്ചിരിക്കുന്നത് എക്സ്പ്ലെയിൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഷോർട്ട് ചാനൽ എഫക്ട്സ് ഇൻ മോസ്ഫെറ്റ്. അപ്പോൾ മോസ്ഫെറ്റിലുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഷോർട്ട് ചാനൽ എഫക്റ്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിച്ചേക്കുന്നത്. 6 മാർക്കിന് ചോദിച്ചിരിക്കുന്നത് ഡ്രോ ആൻഡ് എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ആൻഡ് വർക്കിംഗ് ഓഫ് ഫിൻഫെറ്റിന്റെ സ്ട്രക്ചറും വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. സോ ഫസ്റ്റ് ക്വസ്റ്റിന് ആൻസർ ചെയ്യാം. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഷോർട്ട് ചാനൽ എഫക്ട് ഇൻ മോസ്ഫെറ്റ്. സോ ഷോർട്ട് ചാനൽ എഫക്റ്റ് എന്താണെന്നുള്ളത് എഴുതുക. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഷോർട്ട് ചാനൽ എഫക്റ്റ്, മെയിൻലി ഒരു 5 ഷോർട്ട് ചാനൽ എഫക്റ്റ് ആണ് വരുന്നത്. സോ 8 മാർക്കിന്റെ ക്വസ്റ്റ്യനിൽ നിങ്ങൾ മിനിമം ഒരു 4 ഷോർട്ട് ചാനൽ എഫക്റ്റ് എന്താണെന്നുള്ളത് ഒന്ന് ബ്രീഫ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, സോ ഷോർട്ട് ചാനൽ എഫക്റ്റ് എന്താണെന്നുള്ളത് ആദ്യം എഴുതാം. ഓക്കെ, സോ ഷോർട്ട് ചാനൽ എഫക്റ്റ് മോസ്ഫെറ്റിലാണ് ഒക്യൂർ ചെയ്യുന്നത്. അത് എപ്പോഴാണ് സംഭവിക്കുന്നത് എന്നുള്ളത് ആദ്യം പറയാം. സോ വെൻ ദ ചാനൽ ലെങ്ത് ഈസ് കമ്പയറബിൾ ടു ദ ഡിപ്ലീഷൻ ലെയർ വിഡ്ത്ത് ഓഫ് ദി സോഴ്സ് ആൻഡ് ഡ്രെയിൻ ജംഗ്ഷൻ. അതായത് സോഴ്സ് ഡ്രെയിൻ ജംഗ്ഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ചാനൽ ലെങ്ത് സെയിം മാഗ്നിറ്റ്യൂഡ്, ആ ഒരു കമ്പയറബിൾ അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിൽ വരികയാണെങ്കിലാണ് ഷോർട്ട് ചാനൽ എഫക്റ്റ് സംഭവിക്കുക. സോ എ മോസ്ഫെറ്റ് ഈസ് കൺസിഡർഡ് ടു ബി എ ഷോർട്ട് ചാനൽ ഡിവൈസ് when the channel length is the same order of magnitude. Channel length is the same order of magnitude as the depletion layer width XDD, XDS of the source and drain junction. Okay, so ഈ കേസിലാണ് ഷോർട്ട് ചാനൽ എഫക്റ്റ് സംഭവിക്കുക. സോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഷോർട്ട് ചാനൽ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ചാനൽ ലെങ്ത് മോഡുലേഷൻ, CLM എന്ന് ഡിനോട്ട് ചെയ്യാറുണ്ട്. രണ്ടാമത്താണ് ഡ്രെയിൻ ഇൻഡ്യൂസ്ഡ് ബാരിയർ ലോവറിംഗ് ആൻഡ് പഞ്ച് ത്രൂ. മൂന്നാമത്താണ് വെലോസിറ്റി സാച്ചുറേഷൻ. നാലാമത്താണ് ത്രഷോൾഡ് വോൾട്ടേജ് വേരിയേഷൻസ്. ആൻഡ് ഫിഫ്ത്ത് വൺ ഈസ് ഹോട്ട് കാരിയർ എഫക്ട്സ്. അപ്പൊ ഇങ്ങനെ 5 ഷോർട്ട് ചാനൽ എഫക്റ്റ് ഉണ്ട് എന്നുള്ളത് ജസ്റ്റ് പോയിന്റ് എഴുതുക. ഇതിൽ ഏതെങ്കിലും ഒരു 4 എണ്ണം എഴുതിയാൽ മതി. ഓക്കെ, എനി 4 ഏതെങ്കിലും ഒരു 4 എണ്ണം എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. സോ എക്സ്പ്ലെയിൻ എനി 4 ഷോർട്ട് ചാനൽ എഫക്ട്സ്. സോ 1 by 1 ആയിട്ട് നോക്കാം. സോ ഫസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ചാനൽ ലെങ്ത് മോഡുലേഷൻ ആണ്. ചാനൽ ലെങ്ത് മോഡുലേഷൻ ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ CLM. ചാനൽ ലെങ്ത് മോഡുലേഷൻ ഡിനോട്ടഡ് ബൈ CLM. സോ ചാനൽ ലെങ്ത് മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ BJTയുടെ കേസിൽ ബേസ് വിഡ്ത്ത് മോഡുലേഷൻ പഠിച്ചിട്ടുണ്ട്. ബേസ് വിഡ്ത്ത് മോഡുലേഷൻ ഏർലി എഫക്റ്റ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതേ കൺസെപ്റ്റ് തന്നെയാണ് മോസ്ഫെറ്റിന്റെ കേസിൽ ഏതായിട്ട് വരുന്നത്, ചാനൽ ലെങ്ത് മോഡുലേഷൻ എന്ന് പറഞ്ഞു വരുന്നത്. സോ നമ്മളിവിടെ VDS എന്ന് പറയുന്ന വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് when we are increasing the voltage VDS, so VDSന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ എഫക്റ്റീവ് ചാനൽ ലെങ്ത് കുറയുന്നു. അതിനെയാണ് ബേസിക്കലി എന്ത് പറയുക, ചാനൽ ലെങ്ത് മോഡുലേഷൻ എന്ന് പറയുന്നത്. സോ ആസ് വി ആർ ഇൻക്രീസിങ് VDS, ഡിപ്ലീഷൻ റീജിയൻ കൂടുതലും നമ്മുടെ സോഴ്സിന് അങ്ങോട്ട് പെനട്രേറ്റ് ചെയ്ത് വരും. സോ എഫക്റ്റീവ് ചാനൽ ലെങ്ത് കുറയും. So the region for which the inversion charge is 0 keeps on increasing.
for a constant value of VGS maintained. So the channel length keeps on decreasing. So when we are increasing VDS increase ചെയ്യുന്ന സമയത്ത് channel length എന്താ ചെയ്യുന്നത്? Channel length കുറയാണ് ചെയ്യുന്നത്. And this phenomenon is called channel length modulation. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? Channel length modulation എന്ന് പറയാ. This is similar to the base width modulation. Base width modulation ആയിട്ട് സിമിലാരിറ്റി ഉണ്ട്. ഒന്ന് രണ്ട് പോയിന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വായിക്കാം. Thus we get a VDS term in the expression for ID even when we are operating in the saturation region. Okay, so length എന്തായിട്ട് മാറും? എല്ലായിരുന്നു ലെങ്ത്. ഇപ്പോൾ ആഫ്റ്റർ ഇൻക്രീസിങ് VDS ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് പുതിയ ലെങ്ത് L' ആയിട്ട് മാറും. സോ ചാനലിന്റെ ലെങ്ത്തിലുള്ള ചേഞ്ച് ഡെൽറ്റ L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ L മൈനസ് L' ആണ്. അപ്പോൾ നമുക്കതൊരു ഫിഗർ വെച്ചിട്ട് കാണിക്കാം. സോ ഫിഗർ വെച്ച് കാണിക്കുമ്പോൾ ഇവിടെ നമ്മുടെ ഇനീഷ്യലി ഉള്ള ചാനൽ ലെങ്ത് L ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഫുൾ ചാനലിലെ ലെങ്ത്. ഓക്കെ, ദെൻ നമ്മൾ VDS അപ്ലൈ ചെയ്യാണ്. സോ VDS അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇനീഷ്യലി ഉള്ള ലെങ്ത്ന്ന് നമ്മുടെ ഡിപ്ലീഷൻ റീജിയൻ അല്ലെങ്കിൽ ഇതിന്റെ എഫക്റ്റീവ് ചാനലിലെ ലെങ്ത്, ഡിപ്ലീഷൻ റീജിയൻ പെൻട്രേഷൻ ഒക്കെ കൂടി എഫക്റ്റീവ് ചാനലിലെ ലെങ്ത് എന്തായിട്ട് മാറി? L' ആയിട്ട് മാറി. അപ്പൊ എത്ര ചേഞ്ച് സംഭവിച്ചു? Lന്ന് എന്ത് കുറച്ചാൽ മതി? ഈ L' കുറച്ചാൽ മതി. ദാറ്റ് ഈസ് L മൈനസ് L' എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാനൽ ലെങ്ത് ഇത്രയും മൈനസ് ആയി, ഇത്രയും ചാനൽ ലെങ്ത് എന്തായി? മൈനസ് ആയി പോയി. സോ നമ്മൾ VDS കൂട്ടുന്നതിനനുസരിച്ച് ചാനൽ ലെങ്ത് വീണ്ടും ഇങ്ങനെ കുറഞ്ഞു വരികയാണ് ചെയ്യുക. ഓക്കെ, ഈ രീതിയിൽ കുറഞ്ഞു വരികയാണ് ചെയ്യുക. സോ അതാണ് ചാനൽ ലെങ്ത് മോഡുലേഷൻ. വി ആർ മോഡുലേറ്റിംഗ് ദ ലെങ്ത് ഓഫ് ദി ചാനൽ ബൈ വാരിയിങ് ദ VDS വാല്യൂ. ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജ് വാരി ചെയ്തിട്ട് നമ്മൾ ആ ഒരു ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ചാനൽ ലെങ്ത് മോഡുലേഷൻ. ഓക്കെ, സോ നമ്മളിതിൽ ഷോർട്ട് ചാനൽ എഫക്റ്റിലെ ഫസ്റ്റ് വൺ എക്സ്പ്ലെയിൻ ചെയ്തു, ചാനൽ ലെങ്ത് മോഡുലേഷൻ എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി സെക്കൻഡ് വൺ, സോ രണ്ടാമത്തെ ഷോർട്ട് ചാനൽ എഫക്റ്റ് ആണ് ഡ്രെയിൻ ഇൻഡ്യൂസ്ഡ് ബാരിയർ ലോവറിംഗ്. ദാറ്റ് ഈസ് DIBL, ഡ്രെയിൻ ഇൻഡ്യൂസ്ഡ് ബാരിയർ ലോവറിംഗ്. ഓക്കെ, സോ ഡിപ്ലീഷൻ റീജിയൻ, ഡ്രെയിൻ എൻഡിൽ ഡിപ്ലീഷൻ റീജിയൻ എങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാണ്? സോഴ്സ് എൻഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന കേസ്. അങ്ങനെ ആവുമ്പോൾ ടോട്ടൽ നമ്മുടെ ചാനൽ ലെങ്ത് ഈസ് കവേർഡ് ബൈ drain and source and depletion regions. That is XDS plus XDD. രണ്ടും കൂടെ സം ചെയ്ത് കഴിഞ്ഞാൽ XDSും XDDയും സം ചെയ്താൽ L കിട്ടും. ദാറ്റ് മീൻസ് പഞ്ച് ത്രൂ. നമ്മുടെ കംപ്ലീറ്റ് ആ ചാനലിൽ ഡിപ്ലീഷൻ ലെയർ അങ്ങ് ഫില്ല് ചെയ്ത് നിൽക്കുക. ഈ ഒരു കേസാണ് സംഭവിക്കുന്നത് ഡ്രെയിൻ ഇൻഡ്യൂസ്ഡ് ബാരിയർ ലോവറിംഗിൽ. സോ ദ കറന്റ് ഫ്ലോ ഇൻ ദ ചാനൽ എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് കറന്റ് ഫ്ലോ ഉണ്ടാവണമെങ്കിൽ ഒരു സ്ട്രോങ് ഇൻവേർഷൻ അവിടെ ഉണ്ടാവണം. ആ സ്ട്രോങ് ഇൻവേർഷൻ ക്രിയേറ്റ് ചെയ്താണ് നോർമലി VG ഗ്രേറ്റർ ദാൻ VTയിലാണ് കറന്റ് ഫ്ലോ ഉണ്ടാവുക. പക്ഷെ ഇവിടെ ഇഫ് ദ ഗേറ്റ് ബയാസ് വോൾട്ടേജ് ഈസ് നോട്ട് സഫിഷ്യൻറ്റ് ടു ഇൻവേർട്ട് ദ സർഫസ്, അതായത് സ്ട്രോങ് ഇൻവേർഷൻ സംഭവിക്കുന്നതിന് മുന്നേ, ദാറ്റ് മീൻസ് VGS ലെസ് ദാൻ VT, ഇലക്ട്രോൺസിന് ഒരു ബാരിയർ അവിടെ ഉണ്ട്. ആ ബാരിയർ ഉള്ളത് കൊണ്ടാണ് ഇത് ഈസി ആയിട്ട് സോഴ്സിൽ നിന്ന് ഡ്രെയിനിലേക്ക് ഇതിന് മൂവ് ചെയ്യാൻ പറ്റാത്തത്. സോ ആ ബാരിയർ ഓവർകം ചെയ്യുമ്പോഴാണ് ചാർജ് കാരിയർ മൂവ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമുക്കറിയാം. ഓക്കെ, പക്ഷേ ഷോർട്ട് ചാനൽ മോസ്ഫെറ്റിന്റെ കേസിൽ അല്ലെങ്കിൽ ഷോർട്ട് ചാനൽ ജോമെട്രിയുടെ കേസിൽ അല്ലെങ്കിൽ സ്മോൾ ജോമെട്രിയുടെ കേസിൽ എന്താണ്? VGSന്റെ പോലെ തന്നെ VDSും ഒരു സിഗ്നിഫിക്കൻറ്റ് റോള് പ്ലേ ചെയ്യുന്നുണ്ട്, VDSന്റെ ഇമ്പോർട്ടൻസ്. സോ നമ്മൾ VDS കൂട്ടുന്ന സമയത്ത് വെൻ വി ആർ ഇൻക്രീസിങ് VDS കൂട്ടുന്ന സമയത്ത് ചാനലിലുള്ള പൊട്ടൻഷ്യൽ ബാരിയർ കുറയും. സോ ചാനലിലുള്ള പൊട്ടൻഷ്യൽ ബാരിയർ കുറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഈസി ആയിട്ട് നമ്മുടെ ത്രെഷോൾഡ് വോൾട്ടേജ് എത്തുന്നതിന് മുന്നേ തന്നെ ചാർജ് കാരിയറിന് മൂവ് ചെയ്യാൻ പറ്റും. സോ ലീഡിങ് ടു ഡ്രെയിൻ ഇൻഡ്യൂസ്ഡ് ബാരിയർ ലോവറിംഗ്. സോ VDS കൂട്ടുമ്പോൾ നമ്മുടെ പൊട്ടൻഷ്യൽ ബാരിയർ ചാനലിലെ ഒന്ന് കുറയും. സോ ഈ പൊട്ടൻഷ്യൽ ബാരിയർ കുറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺസിന് എന്ത് ചെയ്യാൻ പറ്റും? ഫ്ലോ ചെയ്യാൻ പറ്റും. സോഴ്സിൽ നിന്ന് ഡ്രെയിനിലേക്ക് ഇലക്ട്രോൺസിന് ഫ്ലോ ചെയ്യാൻ പറ്റും. സോ നമ്മുടെ VGSന്റെ വാല്യൂ ലെസ് ദാൻ VT ആവുന്ന സമയത്തും കണ്ടക്ഷൻ പോസിബിൾ ആണ്. സോ ദിസ് കണ്ടക്ഷൻ ഇസ് കോൾഡ് ദി സബ് ത്രഷോൾഡ് കണ്ടക്ഷൻ, അല്ലെങ്കിൽ ആ കറണ്ടിനെ പറയുന്ന പേരാണ് സബ് ത്രഷോൾഡ് കറണ്ട്. സോ VGS ലെസ് ദാൻ VTയിൽ VDSന്റെ എഫക്റ്റ് കൊണ്ട്
ഡ്രെയിൻ ഇൻഡ്യൂസ്ഡ് ബാരിയർ ലോവറിംഗ് വഴി ബാരിയർ പൊട്ടൻഷ്യൽ കുറഞ്ഞ് സോഴ്സിൽ നിന്ന് ഡ്രെയിനിലേക്ക് കണ്ടക്ഷൻ നടക്കും, അങ്ങനെ അവിടെ ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. സോ ഇതാണ് ഡ്രെയിൻ ഇൻഡ്യൂസ്ഡ് ബാരിയർ ലോവറിംഗ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഷോർട്ട് ചാനൽ എഫക്റ്റ് ആണ് വെലോസിറ്റി സാച്ചുറേഷൻ. അതായത് വെലോസിറ്റിയും ഇലക്ട്രിക് ഫീൽഡും. സോ നമുക്കറിയാം ഡിപ്ലീഷൻ റീജിയനിൽ എന്താ ഉള്ളത്? ഇലക്ട്രിക് ഫീൽഡാണ് ഉള്ളത്. സോ വെലോസിറ്റി ഈസ് ആക്ച്വലി ഡ്രിഫ്റ്റ് വെലോസിറ്റി ഈസ് ആക്ച്വലി പ്രപ്പോർഷണൽ ടു എന്താണ്? അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ് എന്നുള്ള ഒരു റിലേഷനാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ഒരു റിലേഷൻ ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദിസ് വിൽ ഫോളോ ഓൺലി ഇൻ ദ ലോ ഇലക്ട്രിക് ഫീൽഡ്. അതായത് ലോ ഇലക്ട്രിക് ഫീൽഡ് ആവുന്ന സമയത്താണ്, ഇലക്ട്രിക് ഫീൽഡ് ലോ ആവുന്ന സമയത്താണ് ഈ ഒരു റിലേഷൻ ഫോളോ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എക്സ് ആക്സിസിൽ ഇലക്ട്രിക് ഫീൽഡും വൈ ആക്സിസിൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി എടുത്തു കഴിഞ്ഞാൽ ലോ ഇലക്ട്രിക് ഫീൽഡിന്റെ കേസിൽ ഇത് രണ്ടും പ്രപ്പോർഷണൽ ആണ്. പക്ഷെ ഇലക്ട്രിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്ത് ഒരു ക്രിട്ടിക്കൽ വാല്യൂ അല്ലെങ്കിൽ ഹൈ വാല്യൂയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്താ ചെയ്യുന്നത്? സാച്ചുറേഷൻ സംഭവിക്കുകയാണ് ചെയ്യുക. സോ ദ വെലോസിറ്റി ഓഫ് ചാർജ് കാരിയർ ഇലക്ട്രോണിന്റെയും ഹോളിന്റെയും ഈസ് പ്രപ്പോർഷണൽ ടു ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് ആണ്. സോ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി അല്ലെങ്കിൽ സ്ട്രോങ് ആവും തോറും ആസ് ദ ഫീൽഡ് ഗെറ്റ് സ്ട്രോങ്ങർ വെലോസിറ്റി ടെൻസ് ടു സാച്ചുറേറ്റ്. അതാണ് ഇവിടെ ഹൈ ഇലക്ട്രിക് ഫീൽഡ് ആവുന്ന സമയത്ത് നമ്മുടെ വെലോസിറ്റി എന്ത് ചെയ്യുന്നു? സാച്ചുറേറ്റ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് എബവ് എ ക്രിട്ടിക്കൽ ഇലക്ട്രിക് ഫീൽഡ് ദേ ടെൻസ് ടു സ്റ്റെബിലൈസ് ദെയർ സ്പീഡ് ആൻഡ് ഇവൻച്വലി കനോട്ട് മൂവ് ഫാസ്റ്റർ. അപ്പൊ അതിന്റെ ഒരു മാക്സിമം വെലോസിറ്റിയിലേക്ക് അത് റീച്ച് ആവും. സോ ഇത് മെയിൻലി എക്സ്പെഷ്യലി സീൻ ഇൻ ഷോർട്ട് ചാനൽ മോസ്ഫെറ്റ് ട്രാൻസിസ്റ്റേഴ്സ് ബിക്കോസ് ദേ ഹാവ് ഹയർ ഇലക്ട്രിക് ഫീൽഡ്. അതായത് അവിടെ ഡിപ്ലീഷൻ റീജിയന്റെ സ്ട്രെങ്ത് കൂടി, ഡിപ്ലീഷൻ റീജിയനിൽ കൂടുതൽ ഇലക്ട്രിക് ഫീൽഡ് ഉള്ളത് കൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എപ്പോഴും ക്രിട്ടിക്കൽ വാല്യൂവിനേക്കാളും കൂടുതലായിരിക്കും. അതുകൊണ്ട് എപ്പോഴും വെലോസിറ്റി സാച്ചുറേഷൻ അതിൽ എത്തിയിട്ടുണ്ടാവും. അതായത് വെലോസിറ്റി എന്തായിരിക്കും? മാക്സിമം വാല്യൂവിലേക്ക് എത്തിയിട്ടുണ്ടാവും. ഓക്കെ, സോ ദ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ഇൻവേർഷൻ ലെയർ to be proportional to the lateral electric field applied, the proportionality constant, a proportionality constant Vd proportional to mu, Vd proportional to E, Vd is equal to നമ്മൾ ശരിക്കും പറയുന്ന ഇക്വേഷൻ mu into E ആണ്, അല്ലെങ്കിൽ mu n into E ആണ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? മൊബിലിറ്റി എന്ന് പറയുന്നത്. സോ ഇതാണ് വെലോസിറ്റി സാച്ചുറേഷൻ. ഇനി നാലാമത്തെ ഷോർട്ട് ചാനൽ എഫക്റ്റ് ആണ് ത്രഷോൾഡ് വേരിയേഷൻസ്. അതായത് ത്രഷോൾഡ് വോൾട്ടേജിൽ വരുന്ന വേരിയേഷൻസ്, ത്രഷോൾഡ് വേരിയേഷൻസ്. So the threshold voltage is only a function of the manufacturing technology and the applied body bias VSP. അതായത് ത്രഷോൾഡ് വോൾട്ടേജ് നോർമലി ഒരുപാട് പാരാമീറ്റേഴ്സിനൊന്നും അത്ര ഡിപ്പെൻഡ് ചെയ്യുന്നില്ല നോർമൽ കേസിൽ. പക്ഷെ നമ്മളിത് സ്കെയിൽ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഷോർട്ട് ചാനൽ മോസ്ഫെറ്റിന്റെ ഒക്കെ കേസിൽ നമ്മുടെ ത്രഷോൾഡ് വോൾട്ടേജ് കുറച്ചധികം പാരാമീറ്റേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമ്മൾ നോർമൽ കേസിൽ ത്രഷോൾഡ് വോൾട്ടേജ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ കോൺസ്റ്റന്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ ഈ ഡിവൈസിന്റെ ഡയമെൻഷൻസിൽ ചേഞ്ച് സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡയമെൻഷൻസിൽ സ്കെയിലിങ്ങോ എന്തെങ്കിലും ചേഞ്ചസോ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ദിസ് മോഡൽ ബിക്കം ഇനാക്യുറേറ്റ്. പിന്നെ നമ്മുടെ ത്രഷോൾഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് അല്ല, അത് ചേഞ്ച് ആവും. അതായത് നമുക്ക് ഒന്നുകിൽ നമ്മുടെ സ്കെയിലിംഗ് പാരാമീറ്റേഴ്സ്, അതായത് നമ്മുടെ വിഡ്ത്തോ അല്ലെങ്കിൽ തിക്നെസ്സോ, ഓക്സൈഡിന്റെ തിക്നെസ്സോ അല്ലെങ്കിൽ സോഴ്സ് ബോഡി വോൾട്ടേജ്, അതൊക്കെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ത്രഷോൾഡ് വോൾട്ടേജിൽ വേരിയേഷൻ വരും. ആൻഡ് ദ ത്രഷോൾഡ് പൊട്ടൻഷ്യൽ ബിക്കംസ് എ ഫംഗ്ഷൻ. എന്തിൻ്റെയൊക്കെ ഫംഗ്ഷൻ ആവും? എല്ലിന്റെ ഫംഗ്ഷൻ ആവാം, ഡബ്ല്യു ഡിപ്ലീഷന്റെ വിഡ്ത്തിന്റെ ഫംഗ്ഷൻ ആവാം, VDSന്റെ ഒക്കെ ഫംഗ്ഷനായി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ത്രഷോൾഡ് വോൾട്ടേജിൽ വേരിയേഷൻ സംഭവിക്കും. ഓക്കെ, സോ നമ്മുടെ ത്രഷോൾഡ് വോൾട്ടേജും ലെങ്ത്തും തമ്മിലൊരു ഗ്രാഫാണ്. ഈ ഗ്രാഫില് ലോങ് ചാനൽ ആവുന്ന സമയത്ത് നമ്മുടെ ത്രഷോൾഡ് വോൾട്ടേജ് കോൺസ്റ്റന്റ് ആണ്, നമുക്ക് പ്രശ്നമൊന്നുമില്ല. ത്രഷോൾഡ് വോൾട്ടേജ് ഈസ് എ കോൺസ്റ്റന്റ് ആണ്. പക്ഷെ ഷോർട്ട് ചാനൽ, ഇതാണ് നമ്മുടെ ഷോർട്ട് ചാനൽ എന്ന് പറയുന്നത്. എല്ലിന്റെ വാല്യൂ വളരെ കുറവാണ്. സോ ദിസ് റീജിയൻ ഈസ് എ ഷോർട്ട് ചാനൽ. സോ ഷോർട്ട് ചാനലിന്റെ കേസിൽ ത്രഷോൾഡ് വോൾട്ടേജ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു വേരിയേഷൻ കാണിക്കുന്നുണ്ട്. അത് ഡിഫറെന്റ് പാരാമീറ്റേഴ്സിന്, അതായത് VSB, സോഴ്സ് ടു ബോഡി വോൾട്ടേജ്, അതുപോലെ തന്നെ വിഡ്ത്ത്, ലെങ്ത് ഓഫ് ദി ചാനൽ, ഓക്സൈഡ് തിക്നെസ്, അതുപോലെ തന്നെ ഇതിന്റെ ഫെർമി പൊട്ടൻഷ്യൽ, φF, അങ്ങനെ ഒരുപാട് ടേംസിനെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ത്രഷോൾഡ് വോൾട്ടേജ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ
എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. ഇനി ബി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിൻഫെറ്റും അതിന്റെ സ്ട്രക്ചറും കാര്യങ്ങളും വർക്കിംഗും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ബി ക്വസ്റ്റ്യൻ. സോ ബി ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ 20ാമത്തേല് ബി ക്വസ്റ്റ്യൻ. സോ ഫിൻഫെറ്റ് എന്താന്നുള്ളത് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, ഫിൻഫെറ്റ്. സോ ഫിൻ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ. ഓക്കെ, ഫിൻ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ. ഫിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ചിറകിന്റെ ഒരു ഷേപ്പ്. സോ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ തന്നെയാണ്, പക്ഷെ അതൊന്നും കൂടെ എന്താണ്? 3D ആണ്, 3 ഡയമെൻഷണൽ ട്രാൻസിസ്റ്റർ ആണ് വരുന്നത് ഫിൻഫെറ്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ സോഴ്സ്, ഡ്രെയിന്, അതുപോലെ തന്നെ സോഴ്സിന്റെയും ഡ്രെയിനിന്റെ ഇടയ്ക്കും ചാനൽ ഉണ്ട്. ഇറ്റ് ഈസ് ലുക്കിംഗ് ലൈക്ക് എ ഫിൻ ആൻഡ് ഇറ്റ് ഈസ് റാപ്ഡ് അറൗണ്ട് വിത്ത് ഗേറ്റ്. അതിന് പൊതിഞ്ഞ് ഗേറ്റ് ഉണ്ട്. അതാണ് ഇതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ സ്ട്രക്ചർ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. സോ ഇറ്റ് ഈസ് എ ന്യൂ ജനറേഷൻ ട്രാൻസിസ്റ്റർ. FinFET is a new generation transistor and it is a multi-gate device. It is a multi-gate device. So FET ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് അഡ്വാൻറ്റേജസ് ഇതിനുണ്ട്. സോ ഇറ്റ് ഈസ് യൂസ്ഡ് മോർ ദാൻ അതർ FETs ബിക്കോസ് FETs ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യാനുള്ള കാരണം ഇറ്റ്സ് ഏരിയ ഓഫ് പെർഫോമൻസ്, ലോവർ ലീക്കേജ് പവർ, ലോ വോൾട്ടേജ് ഓപ്പറേഷൻ, ഇൻട്രാഡൈ വേരിയബിലിറ്റി ആൻഡ് ലോവർ റിറ്റൻഷൻ വോൾട്ടേജസ്. ഇങ്ങനത്തെ കുറച്ച് റീസൺസ് ഉള്ളതുകൊണ്ട് നോർമൽ FET ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫിൻഫെറ്റ് കുറച്ചധികം യൂസ് ചെയ്യുന്നുണ്ട്. സോ ഫിൻഫെറ്റ് എന്ന് പറഞ്ഞാൽ ഫിൻ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ ആൻഡ് സോഴ്സ്, ഡ്രെയിൻ, ഗേറ്റ് ഒക്കെ തന്നെയാണ് ഉള്ളത്. സോ ചാനൽ ഇറ്റ്സ് ലുക്കിംഗ് ലൈക്ക് എ ഫിൻ ആൻഡ് ദാറ്റ് ഫിൻ ഈസ് റാപ്ഡ് വിത്ത് ഗേറ്റ് ആണ് വരുന്നത്. 3 ഡയമെൻഷണൽ സ്ട്രക്ചർ ആണ് ആൻഡ് ഇറ്റ് ഈസ് എ ന്യൂ ജനറേഷൻ ട്രാൻസിസ്റ്റർ. ഈ കാര്യങ്ങളൊക്കെ അതിൽ എഴുതുക. Then the thickness of the fin measured from source to drain determines the effective channel length of the device. Okay. Then അതിന്റെ അഡ്വാൻറ്റേജസ്, നമ്മളെ ഫിൻഫെറ്റിന്റെ കുറച്ച് അഡ്വാൻറ്റേജസ് പറയുന്നുണ്ട്. റെഡ്യൂസ്ഡ് ഷോർട്ട് ചാനൽ എഫക്റ്റ്. സോ ഷോർട്ട് ചാനൽ എഫക്ട്സ് കുറയ്ക്കാൻ പറ്റും. സോ ഒരു 4-5 ഷോർട്ട് ചാനൽ എഫക്റ്റ് നമ്മൾ പറഞ്ഞത് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ലീക്കേജ് കറണ്ട് കുറയ്ക്കാൻ പറ്റും. To overcome the worst types of short channel effect encountered by deep submicron transistors such as drain induced barrier lowering, അതൊക്കെ നമുക്ക് ഇതിൽ ഒഴിവാക്കാൻ പറ്റും. അതുപോലെ തന്നെ provides increased operating speed by low threshold MOSFET and reduce leakage by high threshold voltage. Okay, then wrap ചെയ്തിരിക്കുകയാണ് നമ്മുടെ ഗേറ്റ് around this fin. So the wrap around the gate structure provides a better electrical contact over the channel and thus helps in reducing the leakage current and overcoming the short channel effect. Higher drain current produce ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ ലോവർ സ്വിച്ചിങ് വോൾട്ടേജ് ആണ്, ലോ പവർ കൺസപ്ഷൻ ആണ്, അങ്ങനെ കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. ഒരു 2-3 പോയിന്റ് ഒക്കെ നിങ്ങൾ എഴുതിയാൽ മതി. ഇനി മെയിൻ ആയിട്ട് നമ്മൾ ഇതിൽ പോവേണ്ട ഒരു കാര്യം, വരയ്ക്കേണ്ടത് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ നിങ്ങൾ വരയ്ക്കുക. ആൻസർ പേപ്പറിൽ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ വരയ്ക്കുക. സോ നോർമലി നമ്മൾ പഠിച്ച മോസ്ഫെറ്റിന്റെ സ്ട്രക്ചർ അതൊക്കെ തന്നെയാണ് വരുന്നത്. സോ ഇറ്റ് ഈസ് ഹാവിങ് സോഴ്സ്, ഇതാണ് നമ്മുടെ സോഴ്സ് എന്ന് പറയുന്നത്, ഇതാണ് നമ്മുടെ ഡ്രെയിൻ എന്ന് പറയുന്നത്. സോ സോഴ്സിന്റെയും ഡ്രെയിനിന്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഇവിടെ ഫിൻ കാണാം. സോ ഈ ഫിന്നിന് ചുറ്റും റാപ്പ് ചെയ്ത് എന്തുണ്ട്? ഗേറ്റ് ഉണ്ട്. ഓക്കെ, സോ ഈ ഒരു സ്ട്രക്ചർ നിങ്ങൾ വരച്ചു വെക്കുക. ഓക്കെ, ദെൻ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി മോസ്ഫെറ്റിന്റെ കേസിൽ പറയുന്ന പോലെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സും ട്രാൻസ്ഫർ ക്യാരിയാണ് വരുന്നത്. സോ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിൽ VDS, വൈ ആക്സിസിൽ എന്താണ്? ID ആണ് വരുന്നത്. വൈ ആക്സിസിൽ ID. സോ നമ്മൾ മോസ്ഫെറ്റിന്റെ ഗ്രാഫ് പോലെ തന്നെയാണ്. ഫോർ ഡിഫറെന്റ് VGS നമുക്ക് ഡിഫറെന്റ് ഗ്രാഫ് കിട്ടും. സോ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ആദ്യം ലീനിയർ റീജിയൻ അല്ലെങ്കിൽ നോമിക് റീജിയൻ, ദെൻ സാച്ചുറേഷൻ റീജിയനിലേക്ക് പോവുകയാണ്. ഡിഫറെന്റ് വാല്യൂസ് ഓഫ് VGS തന്നെയാണ് നമ്മുടെ കൺട്രോളിങ് വോൾട്ടേജ്, അതിന് മാറ്റമൊന്നുമില്ല. സോ ഫോർ ഡിഫറെന്റ് വാല്യൂസ് ഓഫ് VGS നിങ്ങൾക്ക് ഡിഫറെന്റ് ഗ്രാഫ് കിട്ടും. സോ ഇതാണ് ഇതിന്റെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി ട്രാൻസ്ഫർ ക്യാര ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ച ട്രാൻസ്ഫർ ക്യാര തന്നെയാണ്. സോ ത്രഷോൾഡ് വോൾട്ടേജ് എക്സ് ആക്സിസിൽ ഗേറ്റ് വോൾട്ടേജ് ആണ്, ഗേറ്റിൽ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് ആണ് എക്സ് ആക്സിസിൽ. വൈ ആക്സിസിൽ എന്താണ്? ID ആണ് വൈ ആക്സിസിൽ. സോ ഇനീഷ്യലി കറണ്ട് എന്താണ്? 0 ആണ്. ഓക്കെ, സോ ദിസ് ഈസ് 0. സോ ഇനീഷ്യലി കറണ്ട് 0. ത്രഷോൾഡ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ
വെൻ റീച്ചിങ് ത്രഷോൾഡ് വോൾട്ടേജ് കറണ്ട് ഇൻക്രീസസ് റാപ്പിഡ്ലി. കറണ്ട് എന്താണ്, പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യാണ്. സോ ട്രാൻസ്ഫർ ക്യാര ഈസ് ഓൾസോ സിമിലർ ടു ദ ട്രാൻസ്ഫർ ക്യാര ഓഫ് മോസ്. മോസിന്റെ ട്രാൻസ്ഫർ ക്യാര ആയിട്ട് തന്നെയാണ് ഇതിന്റെ സിമിലാരിറ്റി വരുന്നത്. സോ ഇതിന്റെ വർക്കിംഗ് കാര്യങ്ങളെല്ലാം എന്ത് തന്നെയാണ്, നമ്മുടെ മോസ്ഫെറ്റിൽ പറയുന്ന പോലെ തന്നെയാണ്. നമ്മുടെ സോഴ്സിൽ നിന്ന് ഡ്രെയിനിലേക്കുള്ള ഇലക്ട്രോൺ മൂവ്മെന്റ് കാര്യങ്ങളൊക്കെ തന്നെയാണ് നടക്കുന്നത്. ഗേറ്റ് തന്നെയാണ് കൺട്രോളിങ് ടെർമിനൽ കാര്യങ്ങളൊക്കെ വരുന്നത്. സോ നിങ്ങൾ അതിന്റെ സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ വരയ്ക്കുക. ദെൻ ബ്രീഫായിട്ട് ആ വർക്കിംഗ് കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ കംപ്ലീറ്റ് ആയി. ഓക്കെ, ക്ലിയർ ആണല്ലോ. സോ നമ്മൾ മൊഡ്യൂൾ 5-ലെ പാർട്ട് എ പാർട്ട് ബി ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. എ പാർട്ടും ബി പാർട്ടും കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തു. സോ ഇതോടുകൂടി ECT 201 എന്ന് പറയുന്ന സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസ് S3 ECയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. സോ വി വിൽ സീ ഇൻ ദ നെക്സ്റ്റ് സെഷൻ. താങ്ക് യു.